പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ 2025 എന്ന ഈ വർഷത്തിന്റെ 9-ാം മാസത്തിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം നമുക്കൊരുക്കിയ എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദി അർപ്പിക്കാം. കഴിഞ്ഞ 8 മാസമെന്ന് മാത്രമല്ല, നാം ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഈ നിമിഷം വരെ അത്ഭുതകരമായി, അതിശയകരമായി ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ വളരെ അനുഗ്രഹത്തോടെ പോറ്റിപ്പുലർത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഈ പുത്തൻ മാസത്തിന്റെ പുത്തൻ ദിനത്തിൽ വാഗ്ദത്ത വചനമായി ജീവജലത്തിൽ കൂടെ ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം വാക്യം. ഐസയ ചാപ്റ്റർ 41 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നതാണ് പ്രസ്തുത ഭാഗം. അബ്രഹാമിന്റെ സന്തതിയായ എന്റെ ദാസനായ യാക്കോബേ, നീ എന്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ മാനിക്കും. നിന്നെ ആരൊക്കെ വേദനിപ്പിച്ചോ, നിന്നെ ആരൊക്കെ ബുദ്ധിമുട്ടിച്ചോ, അവരുടെ മധ്യേ ഞാൻ നിന്നെ ഉയർത്തും. ഞാൻ നിന്നെ കരുതും. ഞാൻ യഹോവ എന്ന് നീ അറിയുകയും നിന്നെ വേദനിപ്പിച്ചവർ തിരിച്ചറിയുകയും ചെയ്യത്തക്ക വിധത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ തന്റെ ജനമായ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതി പറഞ്ഞിട്ട് പറയുകയാണ്: ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നെ സഹായിക്കും. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. 2025 9-ാം മാസമാകുന്ന സെപ്റ്റംബർ മാസം 1-ാം തീയതി ഈ മാസത്തേക്കുള്ള വാഗ്ദത്ത വചനമായി, കീവേഴ്സായി, കീവേഡായി ദൈവത്തിലെ പരിശുദ്ധാത്മാവ് ജീവജലത്തിൽ കൂടെ നമുക്ക് നൽകുകയാണ്. ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ്? എന്റെയും നിങ്ങളുടെയും വലങ്കൈ പിടിച്ച് സഹായിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിന്റെ കൈകളൊക്കെ താണുപോകും, നമ്മെ വിട്ടിട്ട് മാറിപ്പോകും, നമ്മളെ സഹായിക്കാൻ പറ്റാതെ വണ്ണം തളർന്നു പോകും. എന്നാൽ ശക്തിയുള്ള, ഭുജബലമുള്ള, വീര്യം പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ വലങ്കരം ഈ 9-ാം മാസത്തിന്റെ 1-ാം ദിനം എനിക്കും നിങ്ങൾക്കും ഉറപ്പു തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നടക്കേണ്ടുന്ന പല കാര്യങ്ങളും പല കാരണങ്ങളാൽ നടക്കാതെ വിഷമത്തിലും ഭാരത്തിലും സങ്കടത്തിലുമായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, വിദേശ യാത്രകൾ, ജോലികൾ, അപ്പോയിന്റ്മെന്റ് ഓർഡറുകൾ, വിവാഹം, തലമുറ, ഭവനത്തിന്റെ പണി, ലോൺ, സാമ്പത്തിക ബാധ്യതകൾ, ആരോഗ്യ വിഷയങ്ങൾ,
മെഡിക്കൽ സംബന്ധമായ ചില കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നു വേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന വിഷയത്തിന് ഈ 1-ാം തീയതി അതിരാവിലെ ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമുക്കോരോരുത്തർക്കും ഉറപ്പ് നൽകുന്നു. എന്റെയും നിങ്ങളുടെയും വലങ്കരം പിടിച്ച് സ്വർഗത്തിലെ ദൈവം പറയുന്നു, മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, സെപ്റ്റംബർ മാസത്തിന്റെ 1-ാം തീയതി എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു, ഭയപ്പെടുന്നു, അത് നിങ്ങൾക്കറിയാം, ദൈവത്തിനറിയാം. ആ വിഷയത്തെ നോക്കി ഇന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ വിനീതമായി ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഇന്നത്തെ വാഗ്ദത്ത വചനം ആവർത്തിച്ചു വായിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കണം. ഈ സെപ്റ്റംബർ മാസം നാം മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നാം അറിയുന്നതും അറിയാത്തതും പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾക്കൊരു വലിയ ശക്തിയായി കൂടെ ഉണ്ടായിരിക്കണം. എന്റെ വലങ്കരം പിടിച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രശ്നങ്ങളെ ഭയപ്പെടുകയില്ല. കാരണം എന്നോട് യെശയ്യാവിൽ കൂടെ പറയുന്നു, മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. അതെ, ആ കരം എന്നെ നിങ്ങളെ മുറുകെ പിടിക്കട്ടെ. ആ കരത്തിന്റെ ബലത്തിൽ ഈ സെപ്റ്റംബർ മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ യാത്രകൾ, നിയമകാര്യങ്ങൾ, ആരോഗ്യകാര്യങ്ങൾ, പഠനകാര്യങ്ങൾ, ജീവിതകാര്യങ്ങൾ, സമസ്ത മേഖലകളിലും ദൈവകൃപ വ്യാപരിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ വചനം പോലെ ജീവജലം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളിലും ദൈവകൃപ വ്യാപരിച്ച് ഉയരത്തെ ശക്തിയാൽ നിറയപ്പെട്ട് വലങ്കരത്തിന്റെ ബലത്തിന്റെ കീഴിൽ താണിരുന്ന് അനുഗ്രഹത്തോടെ മുൻപോട്ട് ജീവിപ്പാൻ സർവകൃപാലുവായ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഈ സെപ്റ്റംബർ മാസം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദൈവകൃപയുടെയും സകലവിധ ആത്മീയ നിറവിന്റെയും മാസമായി തീരട്ടെ. അങ്ങനെ സകല നന്മകളും അനുഭവിക്കുമ്പോൾ നൽകിയ ദാതാവായ ദൈവത്തെ മറക്കാതെ ആ വലങ്കരത്തിൽ മുറുക്കെ പിടിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2025 9-ാമത്തെ മാസത്തിന്റെ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മാത്രമല്ല, ഈ വർഷത്തിന്റെ കഴിഞ്ഞ 8 മാസങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ജനനം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ നടത്തിയ, പരിപാലിച്ച, അനുഭവിച്ച സകല നന്മകൾക്കും ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഇന്ന് ഈ പുത്തൻ മാസത്തിൽ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ വലങ്കരം പിടിച്ചിരിക്കാൻ സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ സഹായിക്കാൻ സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടാതെ പ്രാർത്ഥനാപൂർവ്വം മുന്നേറുവാൻ സഹായിക്കണമേ. ദൈവവചനം കേട്ട് ശക്തിപ്പെട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഈ നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ പുതുമാസം എല്ലാവിധ നന്മകളാലും സ്വർഗീയ കൃപകളാലും നിറച്ച് അനുഗ്രഹത്തോടെ നടത്തണമെന്ന്
യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, സെപ്റ്റംബർ മാസം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും സന്തോഷത്തിന്റെയും ദിനരാത്രങ്ങളായി തീരട്ടെ. ഭയപ്പെടാതെ ദൈവിക വലങ്കരത്തിനുള്ളിൽ പൊതിയപ്പെട്ട് ദൈവിക സഹായം പ്രാപിച്ച് സന്തോഷത്തോടെ മുൻപോട്ട് ജീവിതം നയിപ്പാനും അനേകരെ ഈ ദൈവകൃപയിലേക്ക് ആനയിക്കുവാനും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം ഇന്ന് മാത്രമല്ല വരും ദിനങ്ങളിലും നമുക്ക് മാർഗദീപമായി തീരട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.